എഐയുടെ മാന്ത്രിക ശക്തി. രാംകോവിന്ദിന് 2 വലിയ വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രമേശ്, സുമേഷ് എന്നു പേരുള്ള 2 മക്കളുണ്ടായിരുന്നു. രമേശ് പഴയ ചിന്താഗതിക്കാരനും മടിയനും ആശയക്കുഴപ്പക്കാരനുമായിരുന്നു. എന്നാൽ സുമേഷ് ഊർജ്ജസ്വലനും പുതിയ സാങ്കേതിക വിദ്യകളിൽ താൽപ്പര്യമുള്ളവനുമായിരുന്നു. രാംകോവിന്ദന്റെ മരണശേഷം ആ 2 വ്യാപാര സ്ഥാപനങ്ങളും രമേശും സുമേഷും ഓരോന്നായി തുല്യമായി പങ്കിട്ടെടുത്തു. രമേശ് ഉടൻ തന്നെ പഴയ രീതിയിലുള്ള പരസ്യങ്ങളും കൈകാര്യങ്ങളും തുടർന്നു. രമേശ് വിപണി ഗവേഷണവും പുതിയ ആശയങ്ങളും ശ്രദ്ധിച്ചില്ല. അവന് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ക്രമേണ അവന്റെ ബിസിനസ് താഴോട്ടുപോയി. അതേസമയം സുമേഷ് പുതിയ സാങ്കേതികവിദ്യകളിൽ വലിയ താൽപ്പര്യം കാണിച്ചു. അവൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സജീവമായിരുന്നു. നല്ല സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ ടൂളുകളിൽ നിന്ന് സുമേഷ് പ്രചോദനം ഉൾക്കൊണ്ടു. ഇൻഫോസ്ഫിയർ വെബ് ടെക് LLPI സൊല്യൂഷനുകൾ നൽകുന്ന ഒരു വിശ്വസനീയ കമ്പനിയാണെന്ന് അവൻ മനസ്സിലാക്കി. ഒരു ദിവസം അവന്റെ ഉറ്റ സുഹൃത്ത് അശ്വതി ഇൻഫോസ്ഫിയർ വെബ് ടെക് LLP നൽകുന്ന മാർക്കറ്റ് ഇൻഫ്ലുവൻസ് അനാലിസിസ് സേവനം എന്ന പ്രത്യേക സേവനത്തെക്കുറിച്ച് അവനോട് പറഞ്ഞു. സുമേഷ് ഉടൻ തന്നെ ഇൻഫോസ്ഫിയർ വെബ് ടെക് LLP ടീമിനെ സമീപിച്ചു. അവർ ഇൻഫോസ്ഫിയർ AI ടൂൾ ഉപയോഗിച്ച് വിശദവും കാര്യക്ഷമവുമായ ഒരു വിശകലന റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഉപഭോക്താക്കളെയും അവർക്ക് താൽപ്പര്യമുള്ള പരസ്യരീതികളെയും കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകി. ഇത് സുമേഷിന്റെ ബിസിനസ് വിജയത്തിന്റെ രഹസ്യമായിരുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് സുമേഷ് തന്റെ ഉൽപ്പന്നങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലക്ഷ്യം വെച്ചുള്ള പരസ്യങ്ങൾ നൽകി. അവന്റെ വ്യാപാരം അതിവേഗം വളർന്നു. ഉപഭോക്താക്കൾ അവന്റെ കടയിലേക്ക് ഒഴുകിയെത്തി. അതേസമയം രമേശ് തന്റെ ബിസിനസ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. സുമേഷ് രമേശിന്റെ ബിസിനസ്സും ഏറ്റെടുത്തു. എഐയുടെ സഹായത്തോടെ അവന്റെ വ്യാപാരം ഒരുപാട് വലുതായി. അത് 2 തലമുറയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ആവശ്യമായ പണം നൽകി.